ഫ്ലവർ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ക്രേപ്പ് പേപ്പറാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്യാം ഒരു സ്ക്വയർ ഷേപ്പിൽ. ഇത് നടുവേ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് പെറ്റലിൻ്റെ ഷേപ്പിൽ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അഞ്ച് പെറ്റൽസാണ് നമുക്ക് വേണ്ടുന്നത്. നമുക്കിനി ഇതിൻ്റെ പൂമ്പൊടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ക്രീം കളർ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ അതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ട് അതിൽ പശ തൂത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം അല്ലാതെ ചെയ്യുകയാണ്. നമുക്കെന്നിട്ട് അത് മുറിച്ചെടുത്തിട്ട് ഇത് ചുറ്റണം. ചുറ്റുമ്പോൾ നേരെ ചുറ്റല്ലേ, ചരിച്ച് വേണം ചുറ്റാൻ. മേളിലോട്ട് പോകുന്ന രീതി വേണം ചുറ്റാൻ. അത്രയും പേപ്പർ കൊണ്ട് ഇപ്പം ഞാൻ 4 പോളൻ ഗ്രെയിൻസാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി നമുക്ക് പെറ്റൽസ് എല്ലാം 1 by 1 ആയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. റെഡ് കളർ തന്നെ വേണമെന്നില്ല പേപ്പർ. നമുക്കിപ്പം റോസോ വയലറ്റോ വേറെ ഏതെങ്കിലും കളർ ആയാലും കുഴപ്പമില്ല. പല കളറ് ഫ്ലവേഴ്സ് ഇല്ലേ, അപ്പം നമുക്ക് പല കളറിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ പൂമ്പൊടി ഉണ്ടാക്കാൻ നമുക്ക് ക്രീം കളർ തന്നെ വേണമെന്നില്ല, മഞ്ഞയായാലും മതി. ചില ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നടുക്ക് റെഡ് കളർ കാണാം. അപ്പം നമുക്ക് ഇച്ചിരി റെഡ് പെയിൻറ്റ് തൂത്ത് കൊടുക്കാം. റെഡ് പെയിൻറ്റ് ഇല്ലാത്തവർ റെഡ് സ്കെച്ച് യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ക്രയോൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പെയിൻ്റ് ആകുമ്പോൾ കാണാൻ ഒന്നുകൂടെ ബ്രൈറ്റ് ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനിവിടെ പെയിൻറ്റ് യൂസ് ചെയ്തത്. നമ്മൾ പെയിൻ്റ് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതല്പം നേരം ഒന്ന് ഉണങ്ങാൻ വെക്കണം. അതിന് ശേഷമേ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കാവേ. ഇത് എനിക്ക് അന്നേരം ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഗ്ലൂ തേച്ച് ഒട്ടിക്കുന്നത്. ഉണങ്ങിയിട്ട് ഒട്ടിച്ച് കഴിയുമ്പോൾ അതൊന്നുകൂടെ ഈസി ആയിരിക്കില്ല, പെയിൻ്റൊക്കെ കയ്യെ പറ്റും. ഇനി ഈ പോളൻ നമുക്ക് സ്റ്റീൽ വയർ വെച്ചിട്ട് ഒന്ന് ടൈ ചെയ്തെടുക്കാം. സ്റ്റീൽ വയർ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ ക്രാഫ്റ്റ് പേപ്പറൊക്കെ മേടിക്കുന്നിടത്ത് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിനെ ഈ ഫ്ലവറിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്ലവറിൻ്റെ അടിവശം ആ സ്റ്റീൽ വയറുമായിട്ട് ചേർത്ത് നമുക്ക് ഗ്രീൻ ടേപ്പാണിത്, ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാം. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അതിൻ്റെ പെറ്റലൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം.
ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഫ്ലവറിൻ്റെ അടി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെപ്പലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പീസ് ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പം അതിൻ്റെ അടിയിലൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പം നമുക്കിനി ഇതിന് ഫ്ലവറിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഗ്ലൂ പുരട്ടി കൊടുക്കാം. ഗ്ലൂ ഈ സെൻറ്ററിൽ മാത്രമല്ല ഫുള്ളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പം ഫ്ലവറിനൊന്നും കൂടെ ഒരു റിജിഡായിട്ടിരിക്കും ഗ്ലൂ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുന്ന ഉടനെ. ഇതിപ്പം സെൻറ്ററിൽ മാത്രമേ പുരട്ടിയിട്ടുള്ളൂ. ഇനി ഒരു പീസ് ഗ്രീൻ ക്രൈപ്പ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് നമ്മുടെ ഈ ഓൾഡ് ടെഡി ബിയേഴ്സിനകത്തൊക്കെ അതുപോലെ അൺയൂസ്ഡ് പില്ലോയ്ക്കകത്തൊക്കെ ഈ പഞ്ഞി ഉണ്ടല്ലോ, ആ ഫൈബർ വെച്ച് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ സ്റ്റീൽ വയർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ അടിവശം ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇനി കുറച്ച് വിരിഞ്ഞ ബഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡ് ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ഫൈബർ വെച്ച് കൊടുത്തിട്ട് അത് നമുക്കൊന്ന് ടൈ ചെയ്തെടുക്കാം സ്റ്റീൽ വയർ വെച്ച്. സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ. എന്നിട്ട് ഇതിൻ്റെ അടിവശത്ത് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കണം. ഇതേലെ കുറേ ബഡ്സൊക്കെ ഉണ്ടാക്കി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിനും നമുക്ക് സെപ്പൽ ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പീസ് ഗ്രീൻ ക്രേപ്പ് പേപ്പർ എടുത്തിട്ട് അത് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ദാണ്ടി കാണുന്ന കൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പക്ഷേ അതിന് ഹോൾ ഇടാൻ ഞാൻ മറന്നുപോയി. നിങ്ങളത് മറക്കാതെ ഹോൾ ഇടണം. ഇനി അതിൽ ഫുള്ള് ഗ്ലൂ തൂത്ത് ഒട്ടിച്ചു കൊടുക്കാം. ബഡ് ഉണ്ടാക്കുമ്പം ഏകദേശം ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ ഇരിക്കണം. കണ്ടോ, ഞാനിവിടെ കുറേ ബഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കൂടുതൽ ബഡ്സ് ഉണ്ടാക്കാം. നമ്മുടെ ഫ്ലവറും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് ഉണ്ടാക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ വലിയൊരു പീസ് ഗ്രീൻ ക്രേപ്പ് പേപ്പർ എടുത്തു. എന്നിട്ട് ഈ കാണുന്നതിൻ്റെ ഊട്ടൊന്ന് വെട്ടിയെടുക്കണം. നമ്മുടെ മുന്തിരിയുടെയൊക്കെ ഇലയില്ലയോ, അതുപോലെ ഏകദേശം ആ ഒരു ഷേപ്പ് വേണം വെട്ടിയെടുക്കാൻ. അങ്ങനെ ഒരു ലീഫ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് വെച്ച് കുറേ ലീഫ് ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു പേപ്പർ എടുക്കണമെന്നില്ല. ഓരോ പീസായിട്ട് സ്ക്വയർ ഷേപ്പിൽ എടുത്താലും മതി ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി വേണ്ടുന്നത് ഓരോ ലീഫിനും സ്റ്റീൽ വയറിൽ നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് ഓരോ സ്റ്റെം ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഗ്ലൂ വെച്ചിട്ട് ലീഫിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. വേണ്ടി കാണുന്ന പോലെ ലീഫ് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു വലിയൊരു ബ്രാഞ്ചാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഇത്തിളുണ്ടല്ലോ, ഇത്തിള് മരത്തിലൊക്കെ ഉള്ള അതിൻ്റെ കമ്പാണ്.
അതല്ലാന്നുണ്ടെങ്കിൽ തെറ്റിയുടെ കമ്പായാലും മതി. എന്തെങ്കിലും ഒരു ചെറിയ ബ്രാഞ്ച് എടുത്തിട്ട് ഇതുപോലെ അത് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാം. ഏത് കമ്പായാലും കുഴപ്പമില്ല, കട്ടിയുള്ളതായിരിക്കണം, പെട്ടെന്ന് ഉളുത്തൊന്നും പോകാത്തായിരിക്കണം, ശ്രദ്ധിച്ചാൽ മതി. ഇനി 1 by 1 ആയിട്ട് നമ്മുടെ ബഡ്സും ഫ്ലവേഴ്സും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്താൽ മതി. ഓരോന്നോരോന്ന് വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ഈ സാധനങ്ങളെല്ലാം ക്രേപ്പ് പേപ്പർ ആയാലും അതുപോലെ ഗ്രീൻ ടേപ്പ് ആയാലും സ്റ്റീൽ വയർ ആയാലും ഇതെല്ലാം നമുക്ക് ഈ ക്രാഫ്റ്റ് പേപ്പറൊക്കെ മേടിക്കുന്ന ഷോപ്പുകളിൽ കിട്ടുന്നത് നമുക്കത്. നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഓരോ ബഡും വെച്ച് കൊടുത്ത് ചുറ്റിയെടുത്താൽ മതി. എൻ്റെ ഐഡിയ അനുസരിച്ച് ഞാനിങ്ങനെ ചെയ്യുന്നത്. അവരവരുടെ ഐഡിയ അനുസരിച്ച് കുറേ കൂടെ ബഡ്സ് ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഇനി ഫ്ലവർ കൂടെ ചേർത്ത് വെച്ച് ചുറ്റാം. 1 by 1 ആയിട്ട് ഓരോന്ന് വെച്ച് ചുറ്റിയാൽ മതി. ഫ്ലവർ ചളുങ്ങി പോകുമ്പോഴൊക്കെ നമുക്കത് പിന്നെ ശരിയാക്കാൻ പറ്റും. നമുക്കിങ്ങനെ എല്ലാം കൂടെ കൂട്ടി വെച്ച് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഞാനിവിടെ 5 ഫ്ലവറാണ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്കിത് ചേർത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണ് ഇത് കാണാൻ ഭംഗി. അപ്പോൾ അതുപോലെ അടുപ്പിച്ച് വേണം വെച്ച് ഇത് ചുറ്റിയെടുക്കുക. 5 ഫ്ലവറിൽ കൂടുതൽ ഉണ്ടാക്കിയാലും നല്ലതായിരിക്കും. ഇതിപ്പം ഞാൻ 5 എണ്ണ ഉണ്ടാക്കിയുള്ളൂ. നിങ്ങൾക്ക് 6 7 എണ്ണമൊക്കെ വെച്ചുണ്ടാക്കാം. നമ്മുടെ ഫ്ലവർ എല്ലാം ചുറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഓരോ ലീഫും വെച്ച് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ലീഫേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ ലീഫ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ലീഫും ഫ്ലവറും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ചുളുങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് നൂത്തിട്ട് നേരെയാക്കി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവർ ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും.